റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേസ് ടു സക്സസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേസ് ടു സക്സസിൽ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. എൻ്റെ ഒപ്പം ഇന്ന് എല്ലാപ്പോഴും ഉള്ള പോലെ പതിവ് പോലെ ശ്രീ മഹാദേവൻ പിള്ള സാറ് ചേരുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വസ്തുവിനെ കുറിച്ചിട്ടാണ്. വസ്തു വാങ്ങാൻ ആളില്ലേ എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് എല്ലാവരും പലായനം ചെയ്ത് മറ്റിടത്തേക്ക് പോകുന്നതും ഇവിടെ താമസിക്കാനും ആളില്ല എന്നുള്ളൊരു വലിയ കാര്യമൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അതിനു മുന്നേ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു എപ്പിസോഡിലേക്ക്. നമസ്കാരം സാർ. നമസ്കാരം. സ്വാഗതം. അപ്പോൾ വസ്തു വാങ്ങാൻ ആളില്ലേ സാർ, അതാണോ വിഷയം? വസ്തു വാങ്ങാൻ ആളുണ്ടോ എന്നാണ് ചോദ്യം. അതെ. ഏതോ ഒരു കവിത എനിക്ക് ഓർമ്മ വരുന്നു. അത് ചങ്ങമ്പുഴയുടെ കവിതയാണ്. ആര് വാങ്ങും ഈ ആരാമത്തിന്റെ രോമാഞ്ചം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന കവിത കേട്ടിട്ടുണ്ടാവും. അതുപോലെ ആര് വാങ്ങും ഈ വസ്തു എന്ന് ചോദിക്കേണ്ട ഗതികേടിലേക്ക് കേരളം എത്തിയിരിക്കുക. ഈ പ്രോപ്പർട്ടി, അതായത് സ്വത്തുക്കളെ പൊതുവെ രണ്ട് തരത്തിൽ പറയാറുണ്ട്. സ്ഥാവരവും ജംഗമവും. സ്ഥാവരം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടൊരു സ്ഥലത്തുള്ളത്, ജംഗമം എന്ന് പറഞ്ഞാൽ എടുത്തു മാറ്റാവുന്ന. അപ്പൊ സ്വർണം ഒരു ജംഗമ വസ്തുവാണെങ്കിൽ വസ്തു ഒരു സ്ഥാവര വസ്തുവാണ്. ഈ സ്ഥാവര വസ്തുവിന് പ്രത്യേകിച്ചുണ്ടായിരുന്ന ഒരു പ്രത്യേകത, കേരളത്തില് സ്ഥാവര വസ്തുക്കൾക്ക് ഒരിക്കലും വിലയിടിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഭൂമിക്ക്. സ്ഥാവര വസ്തുവിൽ കെട്ടിടങ്ങളും വരും, പക്ഷെ കെട്ടിടങ്ങൾക്ക് വിലയിടിയും. കാലാകാലം അതിന് ഏജിങ് ഉണ്ട്, അതിന് വയസ്സാവും. വസ്തുവിന് വയസ്സാകുന്നില്ല, എന്നും യൗവനമാണ് വസ്തുവിന്. കാരണം അതിലൊരു ചെടി നട്ടു കഴിഞ്ഞാൽ ആ ചെടി വളർന്നു കഴിയുമ്പോൾ അത് വെട്ടിക്കളഞ്ഞിട്ട് വേറൊരു ചെടി വേണമെങ്കിൽ നടാം. അപ്പൊ അതിനെന്നും യൗവനം നിലനിർത്താൻ കഴിയുന്നത് ഒരേപോലെ പോകുന്നതാണ്. അപ്പോൾ വസ്തുവിന് ഏജിങ് പ്രോസസ് ഇല്ല. പിന്നെയുള്ളത്, അതിന് ഈ കൃഷിഭൂമിയാണെങ്കിൽ അതിന്റെ വിളവ് കുറഞ്ഞു എന്ന് വരാൻ, ചിലപ്പം അതിന്റെ ഫെർട്ടിലിറ്റി, വളക്കൂറ് കുറഞ്ഞു എന്ന് വരാൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ പൊതുവെ വസ്തുവിന് കേരളത്തിൽ എന്നും വില കൂടിക്കൊണ്ടിരുന്നിട്ടേ ഉള്ളൂ. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാൻമെയ്ഡ് കലാമിറ്റിയും നാച്ചുറൽ കലാമിറ്റിയും, മനുഷ്യന് ഉണ്ടാക്കുന്ന ദുർഘടസ്ഥിതി, യുദ്ധം പോലുള്ളത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ളതും, പിന്നെ നാച്ചുറൽ കലാമിറ്റി, അതിതീവ്രത, അത്യുഷ്ണം, അതിശൈത്യം, വെള്ളപ്പൊക്കം, ഭൂകമ്പം, ഇങ്ങനെയുള്ളതൊക്കെ കേരളത്തിൽ പൊതുവെ കുറവായിരുന്നു. 2018 മുമ്പ് എന്ന് പറയുന്നതാണ് നല്ലത്. പൊതുവെ കുറവായിരുന്നു. അതുകൊണ്ട് ലോകത്ത് ഒരു കാരണവശാലും വസ്തുവില പുറകോട്ട് പോകാത്ത ഒരു സ്ഥലമായിരുന്നു കേരളം. അങ്ങനെ അപൂർവ സ്ഥലങ്ങളെ ലോകത്തിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ 2018 ശേഷം ട്രെൻഡ് മാറി തുടങ്ങി. 2018 ആ വലിയ വെള്ളപ്പൊക്കത്തോടുകൂടി ചില പ്രദേശങ്ങൾക്ക് വിലയില്ലാതായി. ചില പ്രദേശങ്ങളെന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ മുങ്ങാൻ പോകുന്ന സ്ഥലം, ചാലക്കുടി ആറ് കരകവിഞ്ഞാൽ മുങ്ങാൻ പോകുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇടുക്കിയിലെ ഉരുൾപൊട്ടൽ വന്നു കഴിഞ്ഞാൽ പൊട്ടാൻ പോകുന്ന സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾക്ക് വിലയില്ലാതായി. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ട്രെൻഡ്, ഈ വസ്തുവിന് പൊതുവെ കേരളത്തില് വിലയില്ലാതാവുന്നു എന്നുള്ളതാണ്. കേരളം മൊത്തത്തിൽ ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആയതുകൊണ്ട് ആർക്കും താമസിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. ഡിസാസ്റ്റർ പ്രോൺ ഏരിയ അല്ലാത്തടത്തും, ഇപ്പൊ പാലക്കാട് വലിയ ഡിസാസ്റ്റർ പ്രോൺ ഒന്നുമല്ല. ഇപ്പൊ നമ്മളിരിക്കുന്ന അഹല്യ ക്യാമ്പസ്, ഇതിന്റെ ചുറ്റുവട്ടം ഒക്കെ ഒരു ഭൂകമ്പ സാധ്യത ചെറുതായിട്ടുണ്ടെന്ന് പറയുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചെറിയ ഭൂകമ്പത്തിനെ സാധ്യതയുള്ളൂ. അപ്പോൾ അടുത്ത കാലത്ത് പട്ടാമ്പി ഭാഗത്തൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു. അപ്പം പത്രമാധ്യമങ്ങളിലെല്ലാം കഞ്ചിക്കോട് വാളയാർ ഭാഗത്ത് ഭൂകമ്പ സാധ്യതയുണ്ടെന്ന് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. പക്ഷെ അത് വലിയ ഭൂകമ്പമല്ല, ചെറിയ തരത്തിലുള്ള കമ്പനത്തിനാണ് സാധ്യതയുള്ളത്. പക്ഷെ ഇത് അതൊന്നും കൊണ്ടല്ല. ഇത് പൊതുവെ കേരളത്തിൽ ഇപ്പോൾ വസ്തു ആർക്കും വേണ്ട. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ്. ശരിക്കും ഈ ഇതും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്? പൂർണ്ണമായ ബന്ധമുണ്ട്. അതായത് മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന ഒരു മോഡല്, ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് വസ്തുവിന് വളരെ വില കുറവായിരുന്നു. ഉദാഹരണത്തിനൊരു ഒരേക്കർ വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ, വസ്തു വിറ്റ് കഴിഞ്ഞാൽ ഒരു കുട്ടിയെ ദൂരെ അയച്ച്, അന്ന് എല്ലായിടത്തും കോളേജുകളൊന്നും ഇല്ലല്ലോ, ഒരു കുട്ടിയെ ദൂരെ അയച്ച് ഒരു ബിരുദം പഠിപ്പിക്കാനുള്ള കാശ് തികച്ച് കിട്ടുമായിരുന്നില്ല അന്ന്. എന്നാൽ അത് മാറി കേരളത്തിൽ ഭൂമി കുറഞ്ഞു വന്നു. ഭൂമി കുറഞ്ഞു വരാൻ കാരണം പ്രതിശീർഷ ഭൂമി ലഭ്യത കേരളത്തിൽ വളരെ കുറവായിരുന്നു. ഒരു 10 കൊല്ലം മുമ്പ് അതിന്റെ കണക്ക് നോക്കുമ്പോൾ പ്രതിശീർഷ ഓക്കുപ്പേഷൻ ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർമ്മാണത്തിനോ അങ്ങനെയുള്ള ആവശ്യത്തിനോ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രതിശീർഷ ഭൂമിയുടെ കണക്ക് ഏതാണ്ട് 8.3 സെന്റ് ആയിട്ട് കുറഞ്ഞു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കും. കാരണം ഇപ്പോൾ കേരളത്തിൽ ഒരു 3-4 കൊല്ലം മുമ്പ് ഹൗസിംഗ് ബോർഡിൻ്റെ, പ്ലാനിംഗ് ബോർഡിൻ്റെ ഒരു സബ് കമ്മിറ്റി മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ കണക്ക് വരികയുണ്ടായി. ആ കണക്കിതാണ്. അവിടെ ഒരു ഹൗസിംഗ് സബ് കമ്മിറ്റിയുടെ മീറ്റിംഗാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്.
അതിൻ്റെ കൺവീനർ കണക്ക് വെക്കുകയുണ്ടായി. കേരളത്തിൽ 86 ലക്ഷത്തോളം ഹൗസിംഗ് സ്റ്റോക്കുണ്ട്. ഹൗസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ വീടുകൾ, അല്ല ഈ ചെറിയ കുടിലൊന്നുമല്ല, താമസിക്കാൻ പറ്റിയ വീടുകൾ എന്ന് വെച്ചാൽ അത്യാവശ്യം ഓടിട്ടതോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇതൊക്കെ ആയ വീടുകൾ അത്രയുണ്ട്. അതിനകത്തൊരു 14 ലക്ഷത്തോളം വീടുകൾ പൂട്ടിക്കിടക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഏകദേശം എത്ര ശതമാനം വന്നു? ഒരു 20% മേൽ വീടുകൾ കേരളത്തിൽ പൂട്ടിക്കിടക്കുക. ഇന്നത് കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ഒരു പ്രത്യേക, അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ഇങ്ങനൊരു മോഡൽ വേറെ എവിടെയുണ്ടോ? ഇങ്ങനൊരു മോഡൽ ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇറ്റലിയിലാണ്. ഇറ്റലിയിൽ പല ഗ്രാമങ്ങളിലും എല്ലാ വീടുകളും പൂട്ടിക്കിടക്കുക. അങ്ങനെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. എന്നിട്ട് ഇറ്റാലിയൻ ഗവൺമെൻറ് ആ ഗ്രാമങ്ങൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കാമെന്ന് അനൗൺസ് ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ അവിടേക്ക് അധികം വന്ന് താമസിച്ചു തുടങ്ങിയത് ചൈനക്കാരാണ്. ആ ഒരു ഇൻഫിൽട്രേഷൻ വന്നപ്പോൾ അവരത് നിർത്തിവെച്ചു. കാരണം അത് അവരുടെ രാഷ്ട്ര താല്പര്യങ്ങൾക്ക് ഉചിതമാവില്ല എന്ന് തോന്നി. ഇപ്പോൾ അവർ കൊടുക്കുന്നില്ല. ഒരുപാട് ചൈനക്കാരോട് താമസിച്ചു, ഇപ്പോൾ ആർക്കും കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളിലും ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട്. കേരളത്തിലും ഇപ്പോൾ അങ്ങനെ ഒരു മോഡലാണ്. കേരളത്തിൽ പൂട്ടിക്കിടക്കുന്ന വീടുകൾ ഏതാണ്ട് 5-1 മേളിലുണ്ട്. തീർച്ചയായും അത് ഉപയോഗമില്ല. ഇനി അവിടേക്ക് ആരും വന്ന് താമസിക്കാനും പോകുന്നില്ല. അവിടെ ഒരു പക്ഷേ ഒരു അച്ഛനും അമ്മയും താമസിച്ചിട്ടുണ്ടാകണം. പക്ഷേ അവരുടെ മരണത്തോടുകൂടി ആ വീടങ്ങ് ഒഴിഞ്ഞു, വീട് ഒഴിഞ്ഞു, ഭൂമി ഒഴിഞ്ഞു. അവിടെ ഇപ്പോൾ ആരുമില്ല. വിശാലമായ പറമ്പുകളുള്ള ഒരുപാട് വീടുകൾ അങ്ങനെ ഉണ്ട്. അവരുടെ മക്കള് പലരും അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ ഉണ്ടാവും. അവർക്ക് വന്നത് വിൽക്കാൻ കൂടി സമയം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ എക്സ്പെക്ടേഷന് വലിയ വില കിട്ടുമെന്നാണ്. അങ്ങനെയൊന്നും വാങ്ങാൻ അതിന് ആളുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ ഭൂമിയുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കേരളത്തിൽ മൊത്തത്തിലുള്ളൊരു പ്രതിഭാസമാണ്. അത് നമുക്ക് അതിൻ്റെ എല്ലാ കാരണങ്ങളിലേക്ക് ഓരോന്നോരോന്നായിട്ട് കടക്കാം നമുക്ക്. അതെ, തീർച്ചയായിട്ടും. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ പ്രേത ഭവനങ്ങൾ അല്ലെങ്കിൽ അനാഥമായി ഇരിക്കുന്ന ഭവനങ്ങൾ, താമസിക്കാൻ ആളില്ലാത്തതൊക്കെ ശരിക്കും ഇവിടെ നിന്ന് ഈ പഠനത്തിനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ പിന്നെ അവിടെ സെറ്റിൽ ചെയ്യുന്നു, അവിടെ തന്നെ ജോലി ചെയ്യുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും മാത്രമായിരിക്കും ഒരുപക്ഷെ ഇവിടെ വീട്ടിൽ താമസിക്കുക. പക്ഷെ എന്നാലും അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ചെയ്യണം അങ്ങനെ ഒരു ഫോക്കസോ ഒന്നുമില്ല അല്ലേ? അതും ഒരു കാരണമാണല്ലോ, ഫാക്ടറാണല്ലോ. ഇവിടെ നിന്നും പുറത്തേക്കുള്ള ഈ പ്രയാണം, ഈ എക്സോഡസിന്റെ ട്രെൻഡ് 2 തരത്തിലായിരുന്നു. ആദ്യകാലത്ത് മലയാളികൾ പോയിരുന്നത് ശ്രീലങ്കയ്ക്ക്, മലേഷ്യക്ക്, ബർമ്മയ്ക്ക്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിലേക്ക്, പിന്നെ US-ലേക്ക്. ഇപ്പോൾ അതൊക്കെ മാറി കാനഡയിലേക്ക്, ന്യൂസിലൻഡിലേക്ക്, ഓസ്ട്രേലിയയിലേക്കൊക്കെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക. ആദ്യകാലത്തെ മലയാളികളൊക്കെ പോരുന്നത് ഒരു ജോലി തേടിയായിരുന്നു. അതിലേറ്റവും ഒരു കാലത്ത് ഗൾഫിൽ തന്നെ 30 ലക്ഷത്തോളം മലയാളികളുണ്ടെന്നൊക്കെ പറയപ്പെട്ടിരുന്നു. ഇപ്പോൾ അത്രയൊന്നും ഇല്ല, അതിൻ്റെ പകുതി ഉണ്ടാവും. എന്നാലും 20 ലക്ഷത്തിനടുത്ത് മലയാളികൾ ഗൾഫിലെല്ലാം കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം. അപ്പം ഈ മലയാളികൾ ഗൾഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അന്ന് അവിടെയൊന്നും ഭൂമി സ്വന്തമായിട്ട് വാങ്ങിക്കാൻ കഴിയില്ല. ഇപ്പം പറ്റും കേട്ടോ. ഇപ്പം മിക്കവാറും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കാൻ പറ്റും. അവരും പഠിച്ചു പോയി. ഈ അവരുടെ അവിടെയുള്ള പണം അവിടെ തന്നെ ചെലവാക്കാനാ. പണ്ട് അങ്ങനെയല്ല. അവിടെ പോയി ജോലി ചെയ്യുന്നവരൊക്കെ കഴിയുന്നത് അവർ ഒറ്റയ്ക്കായിരിക്കും അവിടെ നിൽക്കുക. അപ്പോൾ അവർക്കിപ്പം ദിർഹത്തിലോ അല്ലെങ്കിൽ റിയാലിലോ ആണ് ശമ്പളം കിട്ടുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും? അതിൻ്റെ ഒരു ചെറിയ അംശം അവിടെ ജീവിക്കാൻ വേണ്ടി മാത്രം ചെലവാക്കിയിട്ട് ഇവിടെ വരുമ്പോൾ അതിന് വലിയ ആങ്കറേജാണ് കിട്ടുക. ഇപ്പോൾ ഒരു ദിർഹത്തിന് 20 രൂപയാണെങ്കിൽ അവിടെ 10 ദിർഹം കൊടുത്താലേ ഒരു ചായ കുടിക്കാൻ പറ്റുന്ന വരുള്ളൂ. ഇവിടെ 10 രൂപ, അതിൻ്റെ 20-1 കൊടുത്താൽ മതി ചായ കുടിക്കാൻ. അപ്പൊ ഈ ആങ്കറേജ് ഉണ്ടല്ലോ, ഇതെല്ലാവരും ഉപയോഗപ്പെടുത്തി. ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവരെല്ലാം അവരുടെ പൈസ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. നല്ലൊരു പങ്ക് ആളുകൾ അത് ബുദ്ധിയില്ലാതെ ഇൻവെസ്റ്റ് ചെയ്തു. വലിയ വലിയ കെട്ടിടങ്ങളിലും ഭൂമിയിലും ഇൻവെസ്റ്റ് ചെയ്തു. അവരൊക്കെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് വിൽക്കാൻ കൂടി പറ്റുന്നില്ല. അപ്പോൾ ഭൂമി വാങ്ങിക്കൂട്ടി. ഇപ്പോൾ ഒരു 1 ലക്ഷം റിയാലിന് ഒരാൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റിയാൽ 20 ലക്ഷം റിയാൽ 20 ലക്ഷം രൂപയായിട്ട് മാറ്റുമായിരുന്നു അന്ന്. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ അവർക്ക് വലിയ വലിയ ഭൂമികൾ വാങ്ങാൻ പറ്റുമായിരുന്നു. അന്ന് ഭൂമിക്കൊക്കെ ചെറിയ വിലയുള്ളൂ. ഞാൻ ഇന്നലെ ഒരാളുടെ അടുത്ത് പറഞ്ഞ പോലെ, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സീനിയറായിട്ടുള്ള ഒരാൾ അവിടെ ഒരു പൈനാപ്പിൾ തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ കഥ എനിക്കറിയാൻ കഴിഞ്ഞു. എനിക്കറിയുകയും ചെയ്യാൻ നേരിട്ട്. അയാളുടെ കഥയെന്ന് പറഞ്ഞാൽ അയാൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ വന്നതാണ്. ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എല്ലാ പേപ്പറും തോറ്റു. അപ്പോൾ അയാളുടെ അച്ഛൻ പറഞ്ഞു, നീ എന്തിനാ ഇനി പഠിക്കാൻ നിൽക്കുന്നത്? നിനക്ക് 3 കൊല്ലം പഠിക്കാനുള്ള പൈസ ഞാൻ അവിടെ തരാം, നീ അതുകൊണ്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പഠിച്ച് തോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ 3 വർഷത്തേക്കും കൂടെ പഠിക്കാനുള്ള പൈസ വാങ്ങിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു? കോളേജിന് ഒരു 1 കിലോമീറ്റർ ദൂരം മാറി കുറേ ഏക്കർ ഭൂമി വാങ്ങിച്ചു. കുറേ ഏക്കർ, അന്ന് ഭൂമിയുടെ വില അത്രയേ ഉള്ളൂ. എന്നിട്ട് അയാൾ അവിടെ ഒരു പൈനാപ്പിൾ തോട്ടം ഇട്ടു. ഓരോ വർഷത്തെ അവിടുത്തെ നല്ല വരുമാനമുള്ള തോട്ടമായിരുന്നു. ഓരോ വർഷത്തെ അവിടുത്തെ
തോട്ടത്തിലെ വരുമാനം അയാളെ കോടീശ്വരനാക്കി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അന്നൊക്കെ അയാളുടെ കൂടെ പഠിക്കാൻ വന്ന കുട്ടികൾക്ക് സാമ്പത്തിക സഹായം വരെ ചെയ്യുമായിരുന്നു. കാരണം അയാൾ പഠിക്കുന്നില്ലല്ലോ, കോളേജിലൊക്കെ വരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭൂമിയുടെ വില കൂടി അയാൾ വയസ്സായി കഴിഞ്ഞപ്പോൾ അയാൾ ഈ പ്ലോട്ടിനെ വലിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു. ഇപ്പൊ എഞ്ചിനീയർ ആയില്ലെങ്കിലും എങ്ങനെ നോക്കിയാലും ലാഭമാണ്, ലാഭക്കണക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭൂമിയുടെ കൂടിക്കൂടി വരുന്ന വില ഒരു 5 കൊല്ലം മുമ്പ് വരെ കേരളത്തിലുണ്ടായിരുന്നു. ഒരു 2018 വരെയൊക്കെ കേരളത്തിൽ ഭൂമിയുടെ വില കൂടി വരുമായിരുന്നു. പക്ഷെ അതിന് മുന്നേ തന്നെ ഈ പ്രേതഭവനങ്ങൾ, ഞാനീ പറഞ്ഞ സംഭവം നടക്കുന്നത് 2016 മറ്റോ ആണ്. ഇത്രയും വീടുകൾ ഇവിടെ അടച്ചു കിടക്കുന്ന കണക്ക്, ഇപ്പൊ കണക്ക് അതിലും കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു വല്ലാത്ത ദുരന്തമാണ്. കാരണം ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നവരില്ല. ഇപ്പം ഗൾഫിലും മറ്റുള്ള കുറച്ച് പേര് ചിലപ്പോൾ തിരിച്ചു വന്നേക്കും. അത് കഴിഞ്ഞ് ഇപ്പോൾ പോകുന്ന ചെറുപ്പക്കാരൊന്നും തിരിച്ചു വരാനല്ല പോകുന്നത്. അവർ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തി അവിടെ ഒരു വീടും ഒക്കെ വാങ്ങി അവിടെ സുഖമായിട്ട് താമസിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്, മെൻ്റൽ തയ്യാറെടുപ്പിലാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ കോളേജിൽ തന്നെ ഒരു പെൺകുട്ടി ഞാൻ ഇവിടുന്ന് വിട്ടുപോകാമെന്ന് അറിഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോളെ വിശേഷിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറിനോടൊരു ഉപദേശം ചോദിക്കാമെന്നാണ്. ഞാൻ ചോദിച്ചു, എന്താ ഉപദേശം? സാർ, എനിക്ക് വിദേശത്ത് പോകണമെന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ കുട്ടി ഒരു വില്ലേജിൽ നിന്ന് വരുന്നതാണ്, ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വിദേശത്ത് പഠിക്കാൻ വേണ്ടിയാണോ പോകുന്നത് അതോ വിദേശത്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണോ പോകുന്നത്? അപ്പോൾ പറഞ്ഞ്, എനിക്കവിടെ സെറ്റിൽ ചെയ്യണം, ഇനി അതിന് പഠിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ അതും ചെയ്യാം. ഇപ്പൊ ഇതാണ് പലരുടെ മൈൻഡ് സെറ്റ്, എന്ത് വേണമെങ്കിലും ചെയ്യാം, അവിടെ ഒന്ന് എത്തിപ്പെട്ടാൽ മതി. അപ്പോൾ ഞാൻ കുട്ടിയുടെ വിദേശത്ത് പോകുന്ന രീതികളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇതിൻ്റെ ഒരു ഉള്ളിലുള്ള അന്തസ്സത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുവതലമുറയ്ക്ക് ഇവിടം ഡെസർട്ട് ചെയ്ത് പോകണം, ഇവിടെ അവർക്ക് ആവശ്യമില്ല. അപ്പോൾ ഇവിടെയുള്ള ഭൂമി വാങ്ങിക്കൊണ്ടിരുന്ന ഗൾഫുകാരാണ്. ഗൾഫിലുള്ളവരാണ് ഇവിടെ ഭൂമിയുടെ മാത്രമല്ല ഇവിടുത്തെ മീനിന്റെ വില കൂടി കൂട്ടിയത് അവരാ. ഒരു കാലത്ത് എൻ്റെ നാട്ടുകാരനൊരിക്കൽ പറയണ്ടായി, 2 രൂപയ്ക്ക് കിട്ടിയിരുന്ന ചാളയ്ക്ക് ഇപ്പോൾ 25 രൂപ കൊടുക്കണം, ഇപ്പോൾ അത് 250 കൊടുക്കേണ്ടി വരും. അന്ന് പറഞ്ഞത് ഇതിന് കാരണം എന്താ, യുവമാരാണെന്ന് പറഞ്ഞ് ഗൾഫിൽ നിന്ന് വന്ന ഒരുത്തനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ടായിരുന്നു. അവരുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊരു കാലത്ത് ഈ അവിടെ കിട്ടുന്ന ശമ്പളം അത്ര വലുതല്ലെങ്കിലും അത് ഇവിടെ വരുമ്പോൾ അതിന്റെ കൺവേർഷൻ വെച്ച് നോക്കുമ്പോൾ വലിയ ശമ്പളമായി. അപ്പോൾ അവരുടെ ഡംബ് കാണിക്കാൻ വേണ്ടി വലിയ വലിയ ഹർമ്മങ്ങൾ കെട്ടിപ്പൊക്കി 2 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 20 രൂപ കൊടുത്ത് വാങ്ങിച്ചു. അങ്ങനെയൊക്കെ ഇവിടെ ഒരു പ്രത്യേക ഫ്ലോട്ടിംഗ് ഇക്കോണമി സൃഷ്ടിച്ചു. അപ്പോൾ ഞാൻ തന്നെ ആലോചിക്കാറില്ല, എൻ്റെ വീടിൻ്റെ ചുറ്റും നമുക്ക് കുറേ വസ്തുവകളുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഗൾഫുകാരുടെ ഫാമിലിയാണ് താമസിക്കുന്നത്. നമുക്കത് നോക്കി നടത്താൻ പറ്റാതായപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് മുണ്ടക നിലം ഉണ്ടായിരുന്നു. മുണ്ടക നിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറ്റ വിള ഇറക്കുന്ന നിലമാണ്, ഈ കായലിനോട് ചേർന്നുള്ള നിലം. കുറേ അധികം ഉണ്ടായിരുന്നു അത്. അപ്പോൾ അച്ഛന് ഞങ്ങളൊക്കെ മക്കളൊക്കെ ഹോസ്റ്റലിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ അച്ഛൻ അത് പോയി നടത്തി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിട്ട് ഇതെല്ലാം എഴുതി വിറ്റു. അടുത്ത കാലത്തൊരിക്കൽ ഞാനവിടെ പോയപ്പോൾ അവിടെ എല്ലാം 5-10 സെന്റ് വീടുകളാണ്, വലിയ വലിയ വീടുകൾ. ഇത് ലോ ലയിങ് ലാൻഡാണ്, അവർ മണ്ണിട്ട് പൊക്കിയിരിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരു ഗൾഫ് ബൂമാണ്. ഇത് കഴിഞ്ഞ 30-40 കൊല്ലമായിട്ട് ഞങ്ങളുടെ ഈ വസ്തുക്കളൊക്കെ വിറ്റത് 10-40 കൊല്ലം മുമ്പ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്താണ്. ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടിൽ ഇവിടൊക്കെ വല്ലാതെ വലിയ വീടുകൾ പൊക്കി. ഇതൊക്കെ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഗൾഫിൽ പോയി ഒരു 25 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കിയ ഒരാൾ ഇവിടെ വന്നിട്ട് ആ പൈസയും ഇവിടുന്ന് കിട്ടാവുന്ന പൈസയും കൂടെ എടുത്തൊരു വീടുണ്ടാക്കും. എനിക്കറിയാൻ കഴിഞ്ഞ കൊണ്ടോട്ടി ഭാഗത്തൊക്കെ ചിലയിടത്ത് വലിയ രമ്യഹർമ്മങ്ങൾ 3000, 4000, 5000 സ്ക്വയർ ഫീറ്റ്. പക്ഷേ ഇപ്പോൾ ടാക്സ് അടയ്ക്കാൻ ഈ ഉണ്ടാക്കിയ ആൾ തന്നെ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അവർ ഗൾഫിൽ സമയത്ത് ഇപ്പോൾ അതിൻ്റെ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കാൻ കൂടി പൈസ ഇല്ലാത്ത സ്ഥിതിയാണ്. പിന്നെ എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതൊരു റിവേഴ്സ് ഇക്കോണമി കേരളത്തിലുണ്ടാക്കി. എന്താ ഈ റിവേഴ്സ് ഇക്കോണമി വന്നത്? അഫോർഡബിലിറ്റി ആളുകളുടെ കൂടിയപ്പോൾ സർവൈവൽ റേറ്റ് കുറഞ്ഞു. സർവൈവൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോകാത്തവനിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റരുത്. ഇപ്പം തന്നെ നോക്കൂ, ആ ഒരു ഭൂമിയിൽ അവിടെ പോയി പണം ഉണ്ടാക്കാത്തവരിൽ ഇവിടെ നല്ല റിച്ച്നെസ് ഉണ്ടായിരുന്നവർ മാത്രമേ ഇപ്പോൾ കേരളത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ചെറിയ കൃഷി കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ വരുമാനം കൊണ്ടോ ഒക്കെ ജീവിച്ചവർ ഇപ്പോൾ അപ്രസക്തരായി കയറി. അപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇതാ മാറ്റിമറിച്ചു. പക്ഷെ ഇപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇങ്ങനെ അപ്രസക്തമായി മാറിയ കുടുംബങ്ങളിലെ കുട്ടികളൊക്കെ ഇപ്പോൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം എനിക്കറിയാവുന്ന ഒരു സ്ത്രീ, അവർ വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടാണ് കുടുംബം പോലെ. അവർക്കൊരു മോളുണ്ട്. ആ മോള് ഇപ്പം 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവർക്ക് ഡിഗ്രിക്ക് പഠിക്കാൻ വിദേശത്ത് പോകണത്രേ.
അപ്പോൾ ബാങ്കിൽ ചെന്നപ്പോൾ ഈട് വല്ലതും ഉണ്ടെങ്കിൽ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് 5-6 സെൻറ്റ് വസ്തുവുള്ളൂ. പക്ഷെ അത് വെച്ച് കഴിഞ്ഞാൽ ഈ പോകണമെങ്കിൽ 10-30 ലക്ഷം രൂപ വേണം, അത്രയും കിട്ടില്ല. എന്നിട്ട് ആ കുട്ടി ഇപ്പോൾ കിട്ടാവുന്നവരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക, കടം ചോദിച്ചുകൊണ്ടിരിക്കുക, പൈസ തരുമോ, ഞാൻ ഇത്ര. പക്ഷേ ഇതുവരെ അതിന് കിട്ടിയില്ല. കാരണം ഇപ്പം മലയാളികൾ അങ്ങനെ വിദേശത്ത് പഠിക്കാൻ പോകാൻ കടം കൊടുക്കില്ല. ഇത് കിട്ടുന്ന അവർക്കൊരു ഉറപ്പില്ല. ബാങ്കുകാരും ഈടില്ലാതെ കടം കൊടുക്കില്ല. മുമ്പൊക്കെ വിദേശത്ത് പഠിക്കാൻ പോകുമെന്ന് പറയുന്ന ഒരു റെയർ ഈവൻ്റ് ആയിരുന്നു. ലോൺ കൊടുക്കാൻ ആളുകൾ തയ്യാറായിരുന്നു. കാരണം അവിടെ പോയി 1 വർഷം കഴിയുമ്പോൾ തന്നെ ഇവർക്ക് സ്കോളർഷിപ്പ് കിട്ടും. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ലോൺ അടച്ചു തീർക്കും. ഇപ്പോൾ അതൊക്കെ അസ്വാഭാവികമാണ്. അപൂർവമായിട്ട് മാത്രമേ ലോൺ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടുന്ന് 3 കൊല്ലം പഠിക്കാനുള്ള കാശുണ്ടാക്കിക്കൊണ്ട് വേണം അവരിപ്പോൾ വിദേശത്തേക്ക് പോകാൻ. അപ്പോൾ എന്താ പറ്റുന്നത്, അവിടെ കഷ്ടപ്പെട്ടവർ പഠിക്കും. പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടും. ഇവിടുന്ന് പഠിക്കുന്നവരൊക്കെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും അല്ല അവിടെ പോയി ചേരുന്നത്. പലരും ചേരുന്നത് ഞാൻ മുമ്പൊരു സ്പീച്ചിൽ അത് പറയുന്നുണ്ട്, മുമ്പൊരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞു. അവിടെ 2 തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, യൂണിവേഴ്സിറ്റികളും കോളേജുകളും. യൂണിവേഴ്സിറ്റികളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോളേജുകൾ പോലെ ഡിഗ്രി കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. അവിടുത്തെ കോളേജുകളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോളിടെക്നിക്ക് പോലെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നവർ നല്ലൊരു പങ്ക് ഇങ്ങനെയുള്ള അവിടുത്തെ കോളേജുകളിലാണ് ചേരുന്നത്. അതായത് ഇവിടെ ചേർന്നൊരു ഡിപ്ലോമ എടുക്കുന്ന രീതിയിലാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ അവരെന്താ അങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടിയാലും അവിടെ ജോലി കിട്ടും. ജോലി കിട്ടി കഴിഞ്ഞിട്ട് വേണം യൂണിവേഴ്സിറ്റി ഹയർ സ്റ്റഡീസിന് പോകാം. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ചേരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്നവർ ഡിറ്റർമിൻഡാണ്. പിന്നെ പോകുന്നവരിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു വാസന, മലയാളിയുടെ ഒരു വാസന, മലയാളിക്ക് ഇപ്പോൾ ഒരു ലൂസ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കേരളത്തിലെ ആ ഒരു ചട്ടക്കൂടിനകത്തു നിന്ന് മാറി സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാത്തിലും ഒരു സ്വന്തമായി 18 വയസ്സുള്ളവർക്ക് സ്വന്തമായി തീരുമാനം എടുക്കാവുന്ന റൈറ്റ് ഉണ്ട്. പക്ഷെ കേരളത്തിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കേരളത്തിൽ ഒരുപാട് ഈ സോഷ്യൽ പോലീസിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. മറിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു തകരാറുമില്ല. സ്വന്തം ജീവിതം സ്വന്തമായിട്ട് തന്നെ തീരുമാനിക്കാനുള്ള അവകാശം വീട്ടുകാർ കൂടി സ്ഥലത്തില്ല. അപ്പോൾ അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർ പിന്നെ ഒരിക്കലും ഇവിടുത്തെ ജീവിതം ഇഷ്ടപ്പെടില്ല. അങ്ങനെ അവിടെ ജീവിച്ചവർക്ക്, ആ സ്വാതന്ത്ര്യം അനുഭവിച്ചവർക്ക്, എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു കൊളീഗ് വന്നിട്ട് പറഞ്ഞു, അവർ ഫ്രാൻസിലൊരു വിസിറ്റിന്, ഞാൻ ഫ്രാൻസിൽ പോയപ്പോൾ അങ്ങനെയൊന്നും കണ്ടില്ല. ഫ്രാൻസിലൊരു വിസിറ്റിൽ പോയപ്പം സ്വന്തം നാട്ടിലുള്ള ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും അവിടെ നിന്ന് കാണിക്കുന്ന ചേഷ്ടകൾ കണ്ടിട്ട് അവർ കണ്ണുകുത്തിപ്പോയി. അപ്പോൾ നാട്ടിലൊരിക്കലും അത് അനുവദിക്കാൻ പറ്റില്ല. മനസ്സിലായല്ലേ? അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക്, ഒരു 18 തൊട്ട് ഒരു 25 വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ആകർഷിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ പുറത്തുണ്ട്. ഇനി ഈ 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ ഒരുമാതിരി എസ്റ്റാബ്ലിഷ്ഡ് ആവും. അവർക്ക് ജീവിക്കാനുള്ള വഴി കിട്ടും. ജീവിക്കാനുള്ള വഴി കിട്ടുമ്പോൾ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഇവിടെ ഇനി ആര് വസ്തു വാങ്ങിക്കും? വീട് വെക്കാനായിരുന്നു ഒന്ന് വസ്തു വാങ്ങിച്ചിരുന്നത്. രണ്ടാമത് വസ്തു വാങ്ങിച്ചിരുന്നത് കൃഷിക്ക് വേണ്ടിയാണ്. കേരളത്തിൽ ആരെങ്കിലും ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ടോ? ഇല്ല. മുമ്പ് കേരളത്തിന് വേണ്ട കാർഷിക വിഭവങ്ങളുടെ 90% കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അത് ഏതാണ്ട് 8% ഉണ്ടാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇപ്പം മുണ്ടകം പാടം എന്ന് പറഞ്ഞു, അവിടെ ആ ഒരു ഒറ്റ വിള മാത്രം ഇളക്കുന്ന പാടം, അത് കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതും മണ്ണിട്ട് പൊക്കി ഇപ്പൊ വീട് വെക്കുന്ന പറയുമ്പോഴത്തേക്കും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമായിരുന്നു ഈ മുണ്ടകം പാടം എന്ന് പറയുമ്പോൾ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിലിപ്പോ കാർഷിക വൃത്തി ചെയ്യാനും ആളില്ല. അതും വലിയൊരു ഇടിവ് വന്നിട്ടുണ്ട്. കാർഷിക വൃത്തിക്ക് ഇപ്പോൾ ആരും വസ്തു വാങ്ങിക്കുന്നില്ല. ഇപ്പൊ ഞാൻ കുറച്ചു കാലം മുമ്പ് എൻ്റെ മോള് പറഞ്ഞു, നമുക്കൊരു ഫാം ആകാം പാലക്കാടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടായിരുന്നു കഴിയില്ല, കാരണം എനിക്ക് കാലുമൊക്കെ ഒടിഞ്ഞിട്ട് ഇനി ഫാം നടത്താനും പറ്റില്ല. എന്നാലും ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ 2-3 ലാൻഡ് നോക്കാൻ പോയി. അപ്പോൾ ഒരു ലാൻഡ് ഞാൻ നോക്കാൻ പോയപ്പോൾ അതിനകത്ത് ഒരു 2 ഏക്കർ ഉയർന്ന ലാൻഡും ഉണ്ട്, 3 ഏക്കർ ലോ ലയിങ് ലാൻഡും ഉണ്ട്. അപ്പോൾ ഈ ഉയർന്ന ലാൻഡിന് അവർ കൊള്ള റേറ്റാണ് ചോദിക്കുന്നത്. അത് വേണമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ നിർബന്ധം പിടിക്കുക ഈ കൂടെയുള്ള ലോ ലയിങ് ലാൻഡും വലിയ വിലയ്ക്ക് എടുക്കണമെന്ന്. അതുകൊണ്ട് ആ ഡീല് നടന്നില്ല. ഒന്നിച്ച് അവർ വിൽക്കുകയുള്ളൂ. ലോ ലയിങ് ലാൻഡ് ഇപ്പോൾ ആർക്കും വേണ്ട. അതെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നെൽകൃഷിയുടെ ലാഭത്തിൽ ചെയ്യാൻ പറ്റുമോ? വേറെ എന്ത് കൃഷിയാണ്? അതും ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകണമെങ്കിൽ ഒറ്റ പാടം വലിയ രീതിയിൽ 50 ഏക്കർ 100 ഏക്കർ 500 ഏക്കറൊക്കെ കൃഷി ചെയ്ത് അവർ ലാഭകരമായിട്ട് ഓടിക്കുന്നുണ്ട്. ഇവിടെ 1 ഏക്കറിലും 2 ഏക്കറിലൊന്നും അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റില്ല. കേരളത്തിനുള്ള ഒരു ശാപവും അതാണ്. ഇവിടെ ആ കുട്ടനാടിലുള്ള ചില പാടങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതും സർക്കാർ ഏറ്റെടുത്തോടുകൂടി അതിൻ്റെ കഥ മാറി. അങ്ങനെയുള്ള ചില പാടങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പുഞ്ചപ്പാടങ്ങളുണ്ടായിരുന്നു. ബാക്കി എല്ലാം കേരളത്തിൽ ചെറിയ ചെറിയ പീസുകളാണ്. ഒരു 2 ഏക്കർ. ഇപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട്, അമ്മ ഇങ്ങനെ പറയായിരുന്നു, പൊങ്ങച്ചൻ പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല, 100 പറ നിലവായിരുന്നിടാ നമുക്കെന്ന് പറയും വീട്ടിൽ. ഈ 100 പറ നിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം കണക്ക് കൂട്ടി നോക്കി. അവിടെ ഒരു പറയെന്ന് പറയുന്നത് 14 സെന്റാണ്. അപ്പോൾ 100 പറയെന്ന് പറയുമ്പം
1400 സെന്റ് നിലം അത്രയും ഉണ്ടായിരുന്നു വീട്ടിലെന്നാണ് അമ്മയുടെ ക്ലെയിം. ഞാൻ ജനിച്ചപ്പോഴത്തേക്ക് അത്രയും കണ്ടില്ല, എന്നാലും അതിനടുത്തൊക്കെ ഉണ്ടാകുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് അവരുടെ ഒരു ഇതായിരുന്നു, 100 പറ നിലം, 100 ഏക്കർ പുരയിടം, ഇങ്ങനെയൊക്കെ ആയിരുന്നു കണക്കുകൾ പറയാറ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ ഒരാളിന്റെ ആളോഹരി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 25 സെന്റോ 50 സെന്റോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കാലം മാറിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ള ലാഭകരമായ കൃഷി ചെയ്യാൻ പറ്റുന്ന ഭൂമി ഇപ്പോൾ കേരളത്തിൽ അപൂർവമാണ്. ഒന്ന്. രണ്ടാമത്, ഇപ്പോൾ ഇസ്രയേലൊക്കെ ചെയ്യുന്ന പോലെയുള്ള ചില അഡ്വാൻസ്ഡ് കൃഷി രീതികൾ കേരളത്തിൽ പറ്റും. പക്ഷെ അതിനൊന്നും മെനക്കെടാൻ നമ്മൾ അവരെ പോലെ അധ്വാനിക്കുന്ന വിഭാഗം അല്ലല്ലോ, മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് ഭൂമി, കൃഷിഭൂമി ഒരു അനാവശ്യ ആർഭാടമായി മാറിക്കഴിഞ്ഞു കേരളത്തിൽ. അതുകൊണ്ട് അതും ആർക്കും വേണ്ട ഇപ്പോൾ. പിന്നെ ആര് ഭൂമി വാങ്ങുമെന്ന് എനിക്കറിയില്ല. അടുത്ത കാലത്ത് ട്രെൻഡ് ചെയ്യാൻ കണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? എറണാകുളം ഭാഗത്ത് ഭൂമിക്ക് ഇത്ര ഡിമാൻഡുണ്ട്. അത് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പണ്ടൊക്കെ തിരുവനന്തപുരത്ത് ഭയങ്കര ഡിമാൻഡായിരുന്നു ഭൂമിക്ക്. എന്ന് വെച്ചാൽ കേരളത്തിലെ എവിടെയുള്ളവരും അങ്ങ് തിരുവനന്തപുരത്തേക്ക് വരും, സർക്കാർ ജോലി. ഇപ്പൊ സർക്കാർ ജോലിയൊന്നും ഇല്ല. തിരുവനന്തപുരത്ത് വന്നവരാരും തിരിച്ചു പോകാറില്ല. തിരുവനന്തപുരത്തും പാലക്കാട്ടും വന്നവർ പൊതുവെ തിരിച്ചു പോകാറില്ലെന്ന് പറയുന്നത്. അത് തിരുവനന്തപുരത്ത് വന്നവർ തിരിച്ചു പോകാത്ത ആ ടൗണിലുള്ള ആ സിറ്റിക്കുള്ള ഒരു ആകർഷണീയതയുണ്ട്. തലസ്ഥാനമാണ്. എല്ലാ നേതാക്കന്മാരും പപ്പനാവന്റെ മണ്ണ്, പപ്പനാവന്റെ 2 ചക്രം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ ചെറിയ ചെറിയ വീടുകൾ വെക്കാൻ തിരുവനന്തപുരത്തിന്റെ ഒരു സങ്കടകരമായ അവസ്ഥ. എനിക്ക് തിരുവനന്തപുരം സിറ്റി 2 വീടുണ്ട്. ആ വീടിന്റെ മുന്നിൽ നിരനിരയായിട്ട് വീടുകളാണ്, മനസ്സിലായില്ലേ? എൻ്റെ 2 വീടിനും മുന്നോട്ടൊരു വഴിയുണ്ട്. 10 അടി വീതിയുള്ള ഒരു വഴിയിലൊരു ഇത്തിരി ഒരു 20 അടി പോയി കഴിഞ്ഞാൽ മെയിൻ റോഡായി. ഈ മെയിൻ റോഡിന്റെ വീതി എത്ര? 15 അടി. അത് ചെന്ന് അടുത്ത മെയിൻ റോഡിൽ കയറും, അതിന്റെ വീതി എത്ര? 20 അടി. മനസ്സിലായല്ലേ? ഇതൊക്കെയാണ് അവിടുത്തെ വലിയ റോഡുകൾ. അപ്പം തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് ഹൈവേയിൽ എത്തണമെങ്കിൽ വലിയ ദുരിതമാണ്. എറണാകുളം പിന്നെയും കുറച്ച് ഭേദപ്പെട്ടെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് പഴയ റോഡുകളൊക്കെ ഏതാണ്ട് സ്ഥിതിയാണ്. പക്ഷെ പിന്നീട് വന്ന ബൈപ്പാസുകളും മറ്റുമൊക്കെ നല്ല രീതിയിൽ വന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വലിയ റോഡെന്ന് പറയാൻ പറ്റുന്ന ഇപ്പോൾ കോവളം ബൈപ്പാസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇടുങ്ങിയ റോഡുകളാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഹൈലി കൺജസ്റ്റഡ് ആണ്. ഒരു സ്ഥലത്തും തിരിച്ചു കഴിഞ്ഞാൽ എറണാകുളത്ത് വലിയ റോഡുകൾ ഉണ്ടെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുള്ള ജില്ല എറണാകുളമാണ്. ഈ വാഹനങ്ങളുടെ ആധിക്യം കാരണം എറണാകുളം ജില്ലയിൽ ഇപ്പം ഒരു സ്ഥലത്തുനിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് പോകേണ്ട ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ ഏകദേശം 1 മണിക്കൂർ എടുക്കും. എനിക്ക് ബാംഗ്ലൂർ പറ്റിയൊരു അബദ്ധം പോലെ, ബാംഗ്ലൂരിലേക്ക് ഞാൻ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിന് വേണ്ടി പോയി. സെയിൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു കോൺഫറൻസ്. അപ്പം ഞാൻ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിലായിരുന്നു പോയത് കോയമ്പത്തൂരിൽ നിന്ന്, സമയം ലാഭിക്കാമല്ലോ. എയർപോർട്ടിൽ നിന്ന് പോയി മജസ്റ്റിയിൽ ഒരു ഹോട്ടൽ, കാരണം മജസ്റ്റി ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മജസ്റ്റി ബാംഗ്ലൂർ എന്ന് വെച്ചാൽ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാംഗ്ലൂരിൽ പോകും ചുറ്റിക്കറങ്ങാൻ വേണ്ടി. പോയി മജസ്റ്റി ഏരിയയിലുള്ള ഏതെങ്കിലും ഹോട്ടലില്ല, അവിടെ നല്ല 2 കാമത്ത് ഹോട്ടലൊക്കെ ഉണ്ട്. അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി. അന്ന് ബാംഗ്ലൂർ താമസിക്കാൻ എന്ത് സുഖമാണെന്നറിയാം. ഒരു വിഹാര കേന്ദ്രമായിരുന്നു അവിടെ. പക്ഷെ ഇപ്പം അവിടെയൊക്കെ ദുരന്തമാണ്. കാരണം ഞാൻ ഈ മജസ്റ്റിയിലുള്ള ഹോട്ടലിൽ നിന്ന് സെയിൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ വരെ 5-8 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. 2 മണിക്കൂർ എടുത്തു. ഞാൻ എത്തേണ്ട മീറ്റിങ്ങിന് ഞാനവിടെ എത്തിയപ്പോഴത്തേക്ക് മീറ്റിംഗ് തുടങ്ങി 1 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഇവിടെ തന്നെ അക്കോമഡേഷൻ തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ മജസ്റ്റി താമസിക്കാൻ വേണ്ടി അവിടെ റൂം എടുത്ത് കൂടിയതാണ്. ഏതാണ്ട് അതേ ഗതിയാണ് ഇപ്പോ എറണാകുളത്തുള്ളത്. തിരുവനന്തപുരത്ത് പറഞ്ഞ പോലെ ബ്രോഡ്വേ എന്നൊക്കെ പേരുണ്ട്, പക്ഷെ അത് ഹൈലി നാരോ ആയിട്ടുള്ള. അയ്യോ, ബ്രോഡ്വേ പണ്ട് ബ്രോഡ്വേയുടെ 2 സൈഡിൽ നല്ല കുറെ ഹോട്ടൽ ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ എറണാകുളം മഹാരാജാസ് കോളേജിൽ ചില എക്സാമിനേഷൻസ് നടക്കുമ്പോൾ അതിന്റെ ഇൻവിജിലേറ്റർ ആയിട്ട് പോകുമായിരുന്നു. ഗേറ്റ് എക്സാമിനേഷൻ, കാറ്റ് എക്സാമിനേഷൻ, അതൊക്കെ ഇൻവിജിലേറ്റർ ആയിട്ട് പോകും. അപ്പോൾ ഇൻവിജിലേറ്റർ ആയിട്ട് പോകുമ്പോൾ ഞാൻ ബ്രോഡ്വേയിലുള്ള ഏതെങ്കിലും ഹോട്ടലിലായിരുന്നു തങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ബ്രോഡ്വേയുടെ തൊട്ട് സൈഡിൽ ആ ബീച്ച് റോഡുണ്ട്, അവിടെ നല്ല അസൽ ഫിഷ് കിട്ടുന്ന ഹോട്ടലുകളുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബ്രോഡ്വേയിൽ വലിയ തിരക്കില്ല, കാരണം അന്ന് ഈ വലിയ ഹെവി വണ്ടികൾ ഇപ്പോഴത്തെ പോലെ വരാറില്ലായിരുന്നു. ഇപ്പൊ ബ്രോഡ്വേക്കകത്ത് കയറാനേ പറ്റില്ല. ഞാൻ കുറച്ചുനാൾ മുമ്പ് എൻ്റെ വണ്ടിയായിട്ടൊന്ന് ബ്രോഡ്വേക്ക് പെട്ടുപോയി. അപ്പം ഇതെന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് എന്നാലും ഇപ്പോഴും ചുറ്റുവട്ടത്ത് ഭൂമി കച്ചവടം നടക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിൽ സാധ്യത കുറച്ചെങ്കിലും ഉള്ള ഒരേ ഒരു സിറ്റി ഇപ്പോൾ എറണാകുളമാണ്. തിരുവനന്തപുരത്ത് ഇനിയിപ്പോൾ തൊഴിൽ സാധ്യതയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പാലക്കാട് പോയി കഴിഞ്ഞാൽ
പഴയങ്ങാടി എന്ന് പറയും നമ്മൾ, ബിഗ് ബസാർ, പഴയ ബിഗ് ബസാർ, അവിടെയുള്ള കടകളൊക്കെ ഇപ്പോൾ പഴഞ്ചൻ കടകൾ, അവിടെ കച്ചവടം കാര്യമായിട്ടില്ല. അപ്പോൾ പുതിയ പുതിയ ഏരിയ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ സിറ്റി സ്റ്റാൻഡ് പുതിയത് വരും, അല്ലെങ്കിൽ സ്റ്റേഡിയം സ്റ്റാൻഡ് പുതിയത് വരും, അതിന് ചുറ്റുവട്ടത്ത് കടകൾ വരും. ആ കടകളൊക്കെ വികസിച്ചുകൊണ്ടിരിക്കും. ഇതേ ചരിത്രം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ അങ്ങാടികളിലൊന്നായിരുന്നു തിരുവനന്തപുരത്തുള്ള ചാലക്കമ്പോളം. ആ ചാലക്കമ്പോളം ഇപ്പോൾ ഒരു പ്രേതഭൂമിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തീപിടുത്തം നടക്കുന്ന വാർത്തകൾ വരുമ്പോഴാണ് ഇപ്പോൾ ചാലക്കമ്പോളത്തെ കുറിച്ച് നമ്മൾ കഥകൾ കേൾക്കുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തിനും ചുറ്റുവട്ടത്തുള്ള ഭൂമിയുടെ വില ഇനി ഇടിയും. എറണാകുളം ഭാഗത്ത് എന്ന് വെച്ചാൽ പഴയതുപോലെ അല്ല ഇപ്പോൾ ഭൂമി. പണ്ടൊക്കെ ആളുകൾ ഭൂമി വാങ്ങിക്കുമ്പോൾ, ഇപ്പോൾ ഞാനൊരു വീട് വെക്കാൻ എനിക്കൊരു ഭൂമി വാങ്ങിക്കുമ്പോൾ മിനിമം 20 സെന്റ് എന്നുള്ളതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. 20 സെന്റ് വാങ്ങിയിട്ട് അതിനകത്ത് വീട് വെച്ചു, വലിയ മുറ്റം ഉണ്ടാവും, സുഖമായിട്ട് വീട് വെക്കാൻ പറ്റും. ഞാൻ വാങ്ങിയ വീട് അങ്ങനെയായിരുന്നു, ഞാൻ വെച്ച വീട് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകൾ വീട് വെക്കാൻ വേണ്ടി വസ്തു വാങ്ങിക്കുന്നത്, ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ എനിക്ക് 2 വീടുണ്ട്. അതിലൊരു വീട്, അത് രണ്ടും ഞാൻ വീടായിട്ട് വാങ്ങിയതാണ്. വീട് വെക്കാനുള്ള സ്ഥലമൊന്നും ഇപ്പോൾ അവിടെ കിട്ടാനില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഈ വീടെന്ന് പറയുന്നത് സിറ്റിയുടെ ഹൃദയഭാഗത്താണ്, പടിഞ്ഞാറേക്കോട്ടെ എന്ന് പറയും. അതിലൊരെണ്ണം 5.5 സെന്റും ഒരെണ്ണം 3-3.5 സെന്റും ഉള്ള ലാൻഡ്. അപ്പോൾ ഈ ലാൻഡ് നിറച്ച് വീടാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് 5.5 സെന്റ് എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു കാരണം അവിടെയൊക്കെ ഭൂമിക്ക് തന്നെ തറ വില 25-30 ലക്ഷം രൂപ ഒരു സെന്റിന് വിലയുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഇത്രയും കൂടി ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. 2 സെന്റ് 3 സെന്റിലൊക്കെയാണ് അവിടെ ഇരിക്കുന്ന വീടുകളെല്ലാം. അപ്പം അങ്ങനെയുള്ള വീടുകളായിരിക്കും ഇനി എറണാകുളത്ത് പോപ്പുലർ ആകാൻ പോകുന്നത്. കാരണം അഫോർഡബിലിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഭൂമി അധികം വേണ്ട, 3 സെന്റ് മതി. അത് സിറ്റിക്കടുത്ത്, സിറ്റിയിൽ നിന്ന് നടന്നു പോകുന്ന, അല്ലെങ്കിൽ 2 വീലറിലോ 4 വീലറോ പോകുന്ന സ്ഥലങ്ങളിൽ മതി. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ ഇനി ഭൂമിയെല്ലാം പ്രേതഭൂമിയാകാൻ പോവാണ്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹം ഇവിടെ പാലക്കാട് ഒരു കോൺട്രാക്ടറാണ്. കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞു, സാർ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സങ്കടം വരുന്നു. ഞാൻ ചോദിച്ചത് എന്താ സാർ, അവിടെയൊക്കെ എത്ര വിലയുണ്ടായിരുന്ന ഭൂമിയാണ്, റബ്ബർ എസ്റ്റേറ്റുകൾ, കൃഷിഭൂമികൾ എന്നൊക്കെ പറഞ്ഞ് വലിയ വിലയ്ക്ക് അദ്ദേഹം പറഞ്ഞ് അച്ചായന്മാർ വിറ്റുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ചായ എന്നാണ് വിളിക്കുന്നത്. അച്ചായന്മാർ വിറ്റുകൊണ്ടിരുന്ന ഭൂമിയാണ്. ഇപ്പോൾ അവിടെ ഒന്നും വാങ്ങാൻ ആളുമില്ല. വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൂടി വാങ്ങാൻ ആളില്ലാത്ത സ്ഥിതിയായിരിക്കുന്നു. ഇത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ്. കാരണം അവിടെ അധികം കൃഷിഭൂമിയാണ്. അവിടെ ഒന്നും ആരും വീട് വെക്കാൻ വേണ്ടി 3 സെന്റ് വാങ്ങാൻ പോകുന്നില്ല. അപ്പോൾ ഇതിന് കേരളത്തിലെ ഒരു വലിയ ദുരന്തമായി മാറാൻ പോവാണ്. ഇപ്പോൾ 15-16 ലക്ഷം വീടുകൾ പൂട്ടിക്കിടക്കുന്നെങ്കിൽ അനധിവിദൂര ഭാവിയിൽ അതൊരു 40 ലക്ഷത്തിലേക്ക് മാറും. പിന്നെ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ സ്ഥിതി തന്നെ ഞാൻ പറയാം. എൻ്റെ വീടുകളുടെ എണ്ണം ഞാൻ പറയുന്നില്ല, എനിക്ക് ഒരുപാട് വീടുകളുണ്ട്. ഞാൻ വെച്ചതുകൊണ്ട്, ഞാൻ വാങ്ങിയതുകൊണ്ട്, അത് പറഞ്ഞൊരു ദുരന്തം ഞാൻ ഉണ്ടാകുന്നില്ല. എനിക്ക് തിരുവനന്തപുരം സിറ്റിയിൽ വീടുണ്ട്, നെയ്യാറ്റിൻകര വീടുണ്ട്, പാലക്കാട് വീടുകളുണ്ട്, പലയിടത്തും വീടുകളാണുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമേ താമസിക്കുന്നുള്ളൂ. എൻ്റെ മോള് താമസിക്കുന്നത് വേറൊരു സ്ഥലത്താണ്, കോയമ്പത്തൂരാണ്. അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത്, സ്വന്തം വീടല്ല. മനസ്സിലായില്ലേ? തിരുവനന്തപുരത്ത് മോൻ താമസിക്കുന്നത് സ്വന്തം വീട് തന്നെ. അപ്പം ബാക്കി വീടുകൾ ഇപ്പോൾ പൂട്ടിയിടേണ്ടി വരുന്നു. കാരണം അത് വാങ്ങരുതായിരുന്നു, അല്ലെങ്കിൽ വെക്കരുതായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ന്യായം പറയാം. പക്ഷേ മലയാളിയുടെ പഴയൊരു ധാരണ എന്താണെന്നറിയാം, എൻ്റെ ആ പഴഞ്ചൻ ചിന്ത എന്ന് വർക്ക് ചെയ്തുകൊണ്ടാണ്. പണ്ട് മലയാളിയുടെ ഒരു ധാരണ വസ്തുവും വീടും ഒക്കെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന്, വലിയ അസറ്റ്. അപ്പൊ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഞാൻ ഇത്ര വീട് വെച്ചിട്ടുണ്ട്, ഇത്രയിടത്ത് വസ്തു വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി ഇല്ലാതായിക്കോളും. ഇല്ലാതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകൾ പിന്നെയും കുറച്ചു കാലം കൂടി ആവശ്യം വരും. പക്ഷെ ഒരുപക്ഷെ എൻ്റെ കാലഘട്ടമൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ കേരളത്തിൽ വീട് വെക്കാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ വീട് വാങ്ങാനുള്ള ഭൂമിയുടെ ആവശ്യകത, ഇതൊക്കെ ഏതാണ്ട് ഡൈയിങ് ഔട്ടാണ്. ഇറ്റലിയുടെ ഗതി വരില്ലേന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്. കാരണം ഇറ്റലിയിൽ പല ഗ്രാമങ്ങളും പല പട്ടണങ്ങളും പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു കിടക്കുക. കാരണം അവിടെ അച്ഛനും അമ്മയും ഇപ്പോൾ എൻ്റെ കോളനിയിൽ, ഞാൻ താമസിക്കുന്ന കോളനിയിൽ ഒരു ആദ്യകാലത്ത് 10-60 വീടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതിൻ്റെ 2.5 ഇരട്ടിയോളം വീടുകളുണ്ട്, 150ഓളം വീടുകളുണ്ട്. ഈ 150ഓളം വീടുകളിൽ ഒരു 10 എണ്ണത്തിലേ കുട്ടികളുണ്ടാവുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ വയസ്സായ അച്ഛനും അമ്മയും മാത്രമേ. അവരുടെ കാലം കഴിഞ്ഞാൽ അവിടെ കാര്യം താമസിക്കാൻ പറ്റില്ല. തീർച്ചയായും. അപ്പോൾ ഇവിടെയും ഇറ്റലിയിലെ വീടുകളുടെ കഥ പറഞ്ഞതുപോലെ പ്രേതഭവനങ്ങളാകാൻ പോവാണ്. ഇതിന് പരിഹാരമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിന്റെ മനസ്സ് മാറണം. കേരളത്തിന്റെ മനസ്സ് മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ എങ്ങനെ ഇവിടുന്ന് ഓടിക്കാമെന്നാണ് ഇപ്പൊ എല്ലാവരും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ പോലും പുതിയ പദ്ധതികളല്ലേ, കേരളത്തിലെ യുവജനങ്ങളെ പിടിച്ചിവിടെ നിർത്താനുള്ള പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ചുമ്മാതെ പ്ലാൻ പറയും. ഞാനിപ്പോ ഈ കുട്ടികളുടെ ഒക്കെ പ്രൊഫൈൽ നോക്കാറുണ്ട്. ഒരുമാതിരി അഫോർഡ് ചെയ്യാവുന്ന കുട്ടികളൊക്കെ സ്ഥലം വിടുകയാണ്. അപ്പൊ നമ്മൾ അവസാനം എന്ത് പറ്റും, ഇവിടെ ഈ തേങ്ങ പണ്ട് പൊതിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഞങ്ങളുടെ വീടുകളിൽ. തേങ്ങ പൊതിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
പാര കുത്തി വെക്കും മണ്ണിൽ. കാരണം ഇങ്ങനെ ബൾക്കായിട്ട് ആയിരക്കണക്കിന് നൂറുകണക്കിനൊക്കെ തേങ്ങ പൊതിക്കുമ്പോൾ മണ്ണിൽ പാര കുത്തി വെച്ചിട്ട് ഈ പാരയുടെ മുകളിൽ ഒരു ഇരുമ്പിന്റെ നാക്കുണ്ടാവും. ഈ നാക്കിൽ വെച്ചാണ് പൊതിക്കുന്നത്. അപ്പൊ ഈ നാക്കിൽ പൊതിച്ചിട്ട് തൊണ്ട് കളഞ്ഞിട്ട് ഈ തേങ്ങ എടുത്ത് ചെവി വെച്ചൊന്ന് കുലുക്കും. ഈ കുലുക്കം കേൾക്കുമ്പോൾ തേങ്ങ പൊതിക്കുന്ന ആളിനറിയാം ഇത് ഏത് കാറ്റഗറി വരുമെന്ന്. അങ്ങനെ 2-3 കാറ്റഗറി ആയിട്ട് തേങ്ങ മാറ്റിയിടും. അതുപോലെ ഇപ്പൊ അവസാനം വന്നിട്ട് ഒട്ടും കുലുങ്ങാത്ത തേങ്ങകൾ മാത്രം ഒരു കാറ്റഗറി ആവും. കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ ഇനി വരാൻ പോകുന്ന അതാണ്. ഒരു നാട്ടിലേക്കും പോകാൻ ഗതി കിട്ടാത്തവൻ അവസാനം ഇവിടെ പഠിക്കുന്ന ഗതിയിലേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കുകയാണ്. ആളുകൾ മാറി ചിന്തിക്കണം. ഇപ്പം എനിക്കൊക്കെ ഞാനും എൻ്റെ അടുത്ത തലമുറയൊക്കെ കേരളത്തിൽ തന്നെ ജീവിക്കണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നവരായിരുന്നു. അങ്ങനെ താല്പര്യമുള്ള ഒരു തലമുറ ഇപ്പൊ നമുക്ക് ഇല്ലാതായി. മക്കൾ എവിടെങ്കിലും പോയി പോയി രക്ഷപ്പെട്ടാൽ മതി എന്നായി. കാരണം അവര് ജീവിച്ചാൽ മതി. ഇനി കൂട്ടത്തിൽ ഞങ്ങളെ കൂടെ കൊണ്ടുപോയിക്കോ. അമേരിക്കയിൽ ജോലി ഓഫർ കിട്ടാഞ്ഞിട്ട് ജോലി ഓഫർ കിട്ടിയിട്ട് ഞാൻ പോയിരുന്നില്ല. അന്ന് നമുക്ക് അങ്ങനെ ചിന്തിക്കാമായിരുന്നു. ഇപ്പൊ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അമേരിക്കയിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ചാടാന്ന് നോക്കും. കാരണം ജീവിതം സുരക്ഷിതമാക്കുകയാണ്. അപ്പൊ കേരളത്തിൽ ആ സുരക്ഷിതത്വ ബോധം, ജീവിക്കാനും ജോലി ചെയ്യാനുമുള്ള സുരക്ഷിതത്വ ബോധം, ജോലി ചെയ്യാൻ ജോലി ഉണ്ടാകണ്ടേ, ഇത് ഉണ്ടാകുമെന്നുള്ളൊരു ബോധം വന്നാൽ മാത്രമേ കേരളത്തിൽ ഇനി ഭൂമി വാങ്ങാനും. ഇപ്പൊ വീട് വെപ്പൊന്നും അങ്ങനെ സംഭവിക്കുന്നില്ല. ഇപ്പൊ ആകെ നിർമ്മാണ മേഖലയിൽ ചില മാളുകളും ചില കച്ചവട സ്ഥാപനങ്ങളും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതും സിറ്റികളിൽ. ഗ്രാമീണ പ്രദേശങ്ങളിൽ ഇപ്പം ഒരു വീട് പണിയും നടക്കുന്നില്ല. ഞാൻ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ വലിയ വലിയ സ്ട്രക്ചേഴ്സ് എവിടെ വന്നാലും അതിന് ഡിസൈൻ കൊടുക്കാനും അതിന്റെ അഡ്വൈസ് കൊടുക്കാനും ഒക്കെ പോകുന്ന ആളാണ്. ഇപ്പോൾ പണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ വലിയ വീടുകൾ വെക്കാറുണ്ടായിരുന്നു. ഇപ്പൊ നാട്ടിൻപുറങ്ങളിലൊന്നും ആരും വലിയ വീട് പോട്ടെ വീടുകളെ വെക്കാറില്ല എന്നുള്ളതാണ്. ടൗണിൽ എവിടെയെങ്കിലും ഉള്ള ചില കച്ചവട കേന്ദ്രങ്ങൾ ഒഴിച്ച് ഇപ്പൊ അങ്ങനെയുള്ള നിർമ്മിതികൾ വരുന്നില്ല. അതുകൊണ്ട് നിർമ്മാണ രംഗം, കൺസ്ട്രക്ഷൻ മേഖലയും കൂടെ അഫക്ട് ചെയ്യുന്നുണ്ട്. വസ്തു വാങ്ങാൻ ആളില്ലാതായിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുക്ക് എത്രയോ പേര് വന്ന് ചോദിക്കുന്നുണ്ട്, സാർ ഇന്നടത്ത് വസ്തു ഉണ്ട്, ഞാൻ കുറച്ച് വസ്തു വാങ്ങിയിടാമെന്ന് വിചാരിച്ചായിരുന്നു. അന്നത്തെ എൻ്റെ ഒരു 3-4 കൊല്ലം മുന്നേ അന്നത്തെ എൻ്റെ മനസ്സാന്നിധ്യം വസ്തുവല്ലേ. കേരളത്തിൽ ഞാൻ ഈ എഞ്ചിനീയറിങ്ങിന് പഠിപ്പിക്കുമ്പോൾ കോസ്റ്റിംഗ്, വാല്യുവേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. അത് ഞാൻ പലവണ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതിൻ്റെ വാങ്ങലും വിൽക്കലും അതിൻ്റെ ഡൈനാമിക്സ് അതിനെക്കുറിച്ചൊക്കെ ധാരാളം പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഡീലിലൊക്കെ ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ എസ്റ്റിമേറ്റ്, അന്ന് നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എപ്പോഴും ഫിനാൻഷ്യലി വയബിൾ ആവുമെന്ന് പറയുമായിരുന്നു. ഇനിയിപ്പോൾ ആ വയബിലിറ്റി കേരളത്തിലില്ല. ഇനി ഏതെങ്കിലും കാലത്ത് തിരിച്ചു വരുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ആകെ നടക്കാൻ പോകുന്ന കച്ചവടം എൻ്റെ മനസ്സിലുണ്ട്. വലിയ വലിയ ലാൻഡ് ഡീലൊന്നും അവിടെ ഉണ്ടാവില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ലാൻഡ് ഡീൽ ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ഇന്നലെ എൻ്റെ അടുത്ത് പറയുണ്ടായി 150 ഏക്കേഴ്സ് വാങ്ങിച്ചു 300 ഏക്കറിന് അഡ്വാൻസ് കൊടുത്തു. അവർക്ക് ഉദ്ദേശം അവരെന്നോട് ഇതുപോലെ അഹല്യ പോലെ ഒരു ക്യാമ്പസ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൺസൾട്ടൻ്റായിട്ട് ഞാൻ ശരി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പർപ്പസിന് വേണ്ടി അതൊരു ടൂറിസ്റ്റ് സെൻ്റർ ആക്കാനായിരിക്കും. ടൂറിസ്റ്റ് സെൻ്ററോ അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു ആകർഷണ കേന്ദ്രമാക്കി വികസിപ്പിക്കാനുള്ള സാധ്യതകൾ. അങ്ങനെ എന്തിനേലും വസ്തു വാങ്ങുന്നതല്ലാതെ അങ്ങനെ എത്ര പേര് വാങ്ങും? അങ്ങനെയുള്ള ഒരു ഹബ്ബായിട്ട് മാറാനല്ലാതെ അത് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. അങ്ങനെയുള്ളവരല്ലാതെ വേറെ ആരും ഇനി കേരളത്തിൽ കൃഷിഭൂമിയും വിസ്തൃതമായ ഭൂമിയും ഒന്നും വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പോൾ ഒരു സങ്കടമേ ഉള്ളൂ, ഞാനീ വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലവും വീടും ഒക്കെ ഭാവിയിൽ വയബിൾ ആവോ എന്നറിയില്ല. പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് കൺസേൺ ഇല്ലാത്ത എൻ്റെ മക്കളൊക്കെ പറക്കം പറ്റി പോയതുകൊണ്ട് എനിക്ക് അത് വയബിൾ ആയില്ലെങ്കിലും പോട്ടെ എന്ന് കരുതാം എന്നൊരു ധൈര്യമേ ഉള്ളൂ. പക്ഷെ പലരെയും അത് ബാധിക്കുന്നു. ഇപ്പം ഇഷ്ടംപോലെ വസ്തുള്ളൊരു പട്ടിണി കിടക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഇത് വിൽക്കാനും പറ്റുന്നില്ല, അതിൽ നിന്നൊട്ടൊന്നും കിട്ടുന്നുമില്ല. അതൊരു ദുരന്തമാണ്. അത് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, പിന്നെ അതിൻ്റെ ഒരു ലാസ്റ്റ് വേർഡ് പോലെ പറയുകയാണെങ്കിൽ വസ്തു വാങ്ങാൻ ആളില്ല എന്നുള്ളതാണ് അല്ലേ. ആളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. വാങ്ങുമ്പോൾ സൂക്ഷിക്കുകയും വേണം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ റേസ് ടു സക്സസിൽ നമ്മൾ കേട്ട് കഴിഞ്ഞതും ഈ ഒരു വിഷയമാണ്. കേരളത്തിൽ ഭൂമി വാങ്ങാൻ ആളില്ലാതാവുകയാണോ എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ റേസ് ടു സക്സസിൻ്റെ ഈ ഒരു എപ്പിസോഡിലൂടെ കേട്ട് കഴിഞ്ഞു. നമ്മളോടൊപ്പം ഇത്രയും സമയം ചേർന്നത് ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാറിന് ഒത്തിരി നന്ദി പറയുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിട.